ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ആപ്സിലൂടെ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ബൈക്ക് ഓട്ടിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ചരിഞ്ഞ് വീഴുകയോ അഥവാ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആക്സിഡന്റ് ആകുകയോ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ പെട്ടെന്ന് നമ്മളൊരു അപകടം അഥവാ എവിടെയെങ്കിലും നമുക്കൊരു ആക്സിഡന്റ് പറ്റി നമ്മൾ ഹെൽമെറ്റ് വെച്ചിരിക്കുകയാണ്. ഹെൽമെറ്റ് വെച്ചിരിക്കുമ്പോഴാണ് നമുക്ക് അപകടം സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീണ് കിടപ്പുണ്ടാവും. വീണ് കിടക്കുമ്പോൾ നമ്മൾ അഥവാ ആൾക്കാരൊക്കെ ഓടിക്കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് അവർ വന്നിട്ട് ഹെൽമെറ്റിനെ പിടിച്ച് ഇങ്ങനെ വലിച്ചെടുക്കാൻ നോക്കും. കാരണം ഹെൽമെറ്റിനെ വലിച്ചെടുക്കുമ്പോൾ നമ്മളെ എവിടെയെങ്കിലും മുറിവോ ഒടിവോ പൊട്ടലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ നമുക്ക് ശേഖരിക്കാം. കാരണം നമ്മൾ ഈ അടിഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ അടിഭാഗത്ത് ഇവിടെ ലോക്ക് ഉണ്ട്. ഈ ലോക്ക് നമ്മൾ തീർച്ചയായിട്ടും അപ്പോഴും ഓപ്പൺ ചെയ്യണം. കാരണം അത് നമ്മൾ അപ്പോഴും ശ്രദ്ധിക്കുക. അവരോട് പറയാം, ഒരു മിനിറ്റ് പറയാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ തന്നെയാണെങ്കിലും ഇപ്പം രക്ഷിക്കാൻ പോണവരായിരുന്നെങ്കിൽ ഇത് മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ ഈ ലോക്ക് ചിലപ്പം ഇതിൽ ഫിക്സ് ആയിട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഹെൽമെറ്റ് ഊരി എടുക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും പൊട്ടലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ പൊട്ടൽ വലിയ ഷേക്ക് സംഭവിച്ച് അതിൻ്റെ കൂടുതൽ അപകടത്തിലേക്ക് ഉള്ള വഴിയിലേക്ക് പോകും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഹെൽമെറ്റ് ഊരിയെടുക്കാൻ എടുക്കാൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ലോക്ക്, ഇവിടെ ഒരു ലോക്കുണ്ട്, ആ ലോക്ക് ഓപ്പൺ ചെയ്ത് പതുക്കെ നമ്മളിങ്ങനെ ഊരിയെടുക്കാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. വണ്ടി ചരിഞ്ഞു, അതായത് ചരിഞ്ഞിങ്ങനെ വീണു വണ്ടി വീണു കിടക്കുകയാണ്. വീണ് കിടക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റൈസിങ് ആകുമ്പോൾ നമുക്ക് തോന്നും. റൈസിങ് ആകുമ്പോൾ നമ്മൾ വീഴുമ്പോൾ തന്നെ ഈ ഹാൻഡിൽ പിടിക്കുന്ന പിടി നമ്മൾ ഇങ്ങനെ ആയിപ്പോൾ അപ്പോൾ ആക്സിലേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതലാകുമ്പോഴാണ് ഈ സൗണ്ട് ഭയങ്കര സൗണ്ട്. അപ്പോൾ നമ്മൾ തന്നെ പേടിച്ചു പോകും, എന്താണ് സംഭവം. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കീ അങ്ങ് ഓഫ് ചെയ്യണം. കീ പെട്ടെന്ന് നമ്മൾ വീണായിരുന്നാലും ശരിയാണ്, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തായാലും ഈ കീ അങ്ങ് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ റൈസിങ് ആകുന്ന നമ്മളെ ഈ ആക്സിലേറ്റർ ഇങ്ങനെ പിടിച്ചിരുന്നാലും നമുക്ക് വേറെ വിഷയമൊന്നും സംഭവിക്കാറില്ല. അപ്പോൾ നമ്മൾ കീ നമ്മൾ ഓഫ് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് ചരിഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ, വണ്ടി ചരിഞ്ഞ് മറിഞ്ഞോ വീഴുന്ന സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാൻ നമ്മൾ മറക്കരുത്. കീ നമ്മൾ പെട്ടെന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൈസിങ് നമുക്ക് ഒഴിവായി കിട്ടും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ വണ്ടി ചരിഞ്ഞ് വീഴുമ്പോഴായിരുന്നാലും ഹെൽമെറ്റ് ഊരുമ്പോഴൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷിക്കുക. കാരണം ചരിഞ്ഞ് വീഴുമ്പോൾ നമ്മളിപ്പോൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് വീണെങ്കിൽ നമ്മൾ ഇവിടുത്തെ അടിയിലത്തെ ലോക്ക് എടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെയാണ് ചരിഞ്ഞ് വീണെങ്കിൽ നമ്മൾ നല്ല റൈസിങ്, നമുക്ക് ഭയങ്കര സൗണ്ടും ആയിരിക്കും. ആ സമയത്ത് നമുക്ക് നമ്മുടെ വണ്ടിയുടെ സ്വിച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരായ വഴിയിൽ നമുക്കിപ്പം ഒരു ബസ്സിന് സൈഡ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ചരിയാൻ ചാൻസ് ഉണ്ട്. വണ്ടി നമുക്ക് ബാലൻസ് പോയിട്ട് ചരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ വണ്ടിയുടെ വശത്തോട്ട് ചരിയാതിരിക്കാൻ നോക്കുക. മാക്സിമം ഇടത്തോട്ട് ചരിയാൻ എന്ന് വെച്ചാൽ മാക്സിമം ചരിക്കുന്നെങ്കിലും ഇടത്തോട്ട് ചരിഞ്ഞ് വീഴാൻ നോക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയുടെ സൈഡിലോട്ടാണെങ്കിൽ നമ്മൾ വീണിട്ട് നമ്മളെ കയ്യോ കാലോ അല്ലെങ്കിൽ തലയോ ഒക്കെ നമുക്ക് വണ്ടിയുടെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ അപകടമാവും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടത്തോട്ട് വീഴാൻ മാക്സിമം നിങ്ങൾ നോക്കുക. അങ്ങനെ വീഴാനൊരു ചാൻസ് വരുന്നെങ്കിൽ മാത്രം. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വണ്ടി ഓട്ടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളൊരു വളവിൽ കൂടി പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ട് റോഡായിരുന്നാലും ശരി, നമ്മുടെ മനസ്സിൽ എപ്പോഴും പെട്ടെന്നൊരു വണ്ടി വരും എന്നുള്ളൊരു കരുതൽ നമുക്കുണ്ടാവണം. കാരണം പെട്ടെന്നൊരു വണ്ടി നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നിർത്തുക അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ എപ്പോഴും മനസ്സിൽ. കാരണം നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു പട്ടിയോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും നമ്മളെ മുന്നിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നിർത്താൻ സാധിക്കും. അല്ലാതെ നമ്മൾ അലസതയായിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ കൂടുതൽ അപകടത്തിൽ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം വണ്ടിയുടെ ഫ്രണ്ടിൽ വരും, നമുക്കൊരു അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കരുതലോടെ നമ്മൾ വണ്ടി ഓടിക്കുക. എങ്കിലും നമുക്ക് വേറെ വിഷയമൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു കരുതൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ഒരു ബൈക്ക് ഓടിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക്
അപകടത്തിനെ വലുതാക്കാതെ അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നിങ്ങൾ ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പെട്ടെന്നൊരു അപകടം സംഭവിച്ചാൽ നമ്മളെ മൊബൈൽ എവിടെയെങ്കിലും തെറിച്ച് വീഴും. കാരണം നമ്മളെ ഓടിക്കൂടുന്ന ആൾക്കാർ ആരെങ്കിലും ആ മൊബൈൽ എടുക്കാറുണ്ട്. അപ്പോൾ എടുത്തിട്ട് പെട്ടെന്ന് അതിൽ ആരെ നമ്പറാണോ കിട്ടുന്ന നമ്പറിൽ വിളിച്ച് പറയാറുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ വീട്ടിൽ നമ്മൾ അപകടം നടക്കുമ്പോൾ പെട്ടെന്ന് വിളിച്ച് പറയുമ്പോൾ ആൾക്കാർ എങ്ങനെയെന്ന് അറിയത്തില്ല. പെട്ടെന്ന് അമ്മമാരായിരുന്നാലും അല്ലെങ്കിൽ ആരായിരുന്നാലും ശരി തന്നെ പെട്ടെന്ന് അവർക്ക് എന്ത് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നല്ല കുറച്ച് ഫ്രണ്ട്സുകളെ നമ്മൾ എപ്പോഴും സുഹൃത്തുക്കളാക്കി വെച്ചിരിക്കുക. അങ്ങനെയുള്ള ഫ്രണ്ട്സുകളുടെ നമ്പർ നമ്മളൊരു കോഡ് പോലെ FIR എന്ന് പറഞ്ഞ രീതിയിൽ സേവ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ F എന്ന് പറഞ്ഞിട്ടൊരു 3 നമ്പർ നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കുക. ഈ F എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്തിടുന്ന നമ്പർ നമ്മൾ എവിടെ അപകടത്തിൽ പോയിരുന്നാലും ആൾക്കാരെടുത്ത് F എന്ന് അടിച്ച് നോക്കുമ്പോൾ ആ F എന്ന് കാണുന്നതിൽ വിളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ബൈക്ക് ഓടിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും F എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു 3 നമ്പർ നമ്മൾ സേവ് ചെയ്തിടണം. ആ നമ്പറിലായിരിക്കണം നമ്മൾ പെട്ടെന്ന് ഒരു അപകടം സംഭവിച്ചാൽ ഒരാൾ ഫോൺ എടുത്ത് ഉടനെ വീട്ടിൽ വിളിച്ച് പറയാതെ ഈ F എന്ന് കാണുന്ന നമ്പറിൽ വിളിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും മാറി നിൽക്കും. പെട്ടെന്ന് കൂട്ടുകാർ വന്നിട്ട് അവർ വന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനത്തിൽ വീട്ടുകാരെ അറിയിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മാക്സിമം ശ്രമിക്കാൻ നോക്കുക. F എന്നുള്ളൊരു കോഡ് നമ്മളെല്ലാവരും ഇങ്ങനെ മൊബൈലിൽ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ അടിച്ചിടുക, ഒരു നമ്പർ അടിച്ചിട്ടിരിക്കുക. എങ്കിൽ നമുക്ക് ഇത്തരം അതായത് പെട്ടെന്ന് വീട്ടിലുണ്ടാകുന്ന ഞെട്ടൽ നമുക്ക് ഈ അപകടത്തിൽ നിന്ന് മാറ്റാൻ കഴിയും. അപ്പോൾ ഇനിയെങ്കിലും ഒരു അപകടം നടക്കുന്ന സ്ഥലത്ത് വരുന്നവരായിരുന്നാലും നമ്മൾ മൊബൈൽ എടുക്കുമ്പോൾ അതിൽ F എന്ന് അടിച്ചിട്ടിരിക്കുന്ന നമ്പർ ഉണ്ടെങ്കിൽ അതാണ് ആദ്യം നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുക. അപ്പം ഇത്തരം കുറച്ച് മെസ്സേജുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ശരി, നമുക്ക് ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല മെസ്സേജുകളുമായിട്ട് ഞാൻ ആപ്സിലൂടെ വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ഇനി നമ്മൾ വീഡിയോ ആയിട്ട് കാണും. ഓക്കെ, ബൈ.